ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലെ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള 4 ഡിഫറെൻറ്റ് ടൈപ്പുള്ള കിട്ടിലും ടേസ്റ്റുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് ചെറുപഴം വെച്ചിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ ഈസി ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 4 മീഡിയം സൈസിലുള്ള ഞാലിപ്പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മൈസൂർ പഴം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് ഇതുപോലത്തെ പൂവമ്പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കരുത്, ഒരു മീഡിയം പഴുപ്പുള്ളത് മാത്രം എടുത്താൽ മതിയാകും. നിങ്ങൾ റോബസ്റ്റ പഴമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ എടുത്താൽ മതി. ഇനി ഒരു പഴത ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിന് ജാറിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷം കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കുതിർന്നിട്ട് കിട്ടും കേട്ടോ. ചൂടുവെള്ളം ചേർത്തിട്ട് കുതിർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രമുള്ളെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. ഇനി ഇതിലേക്ക് ഇതുപോലത്തെ 5 രൂപേൻ്റെ ഹോർലിക്സിൻ്റെ പാക്കറ്റിൽ നിന്ന് പകുതി മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് മൊത്തത്തിൽ ചേർക്കണ്ട, അപ്പോൾ ഫ്ലേവർ കൂടിയിട്ട് പോകും. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. നിങ്ങളെ മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ഇതിലേക്ക് 2 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, 250 ml കപ്പിൽ. ഇനി ഇതും കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടെ ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കുക. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുതിർത്തിയെടുക്കാം. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല പോലെ കുതിർന്നിട്ട് വരും. അപ്പം ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഈ ഒരു ബൗളിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത്രയും തിക്കായിട്ടാവും ഉണ്ടാകുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലൂസാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് നേരത്തെ കുതിർന്ന് വന്നിട്ടുള്ള ആ ഒരു കസ്കസും കൂടെ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അരക്കാൻ ഉപയോഗിച്ചിട്ടുള്ള അതേ ഒരു ചെറുപഴം തന്നെ നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ടൈഗറിൻ്റെ പിസ്തൻ്റെ മിക്സ് ഒരു 3 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക. ഒരിക്കലും കൂടി പോകരുത്, കൂടിപ്പോയാൽ ഒരു കുത്തനെ ടേസ്റ്റ് ആകും ഉണ്ടാകുക. അപ്പോൾ ഒരു ലൈറ്റ് കളർ മാത്രമേ ഇത് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഒരു 3 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഫ്ലേവറേ ഉണ്ടാകുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് നല്ല കളർ വേണമെന്ന് വെച്ചിട്ട് ഒത്തിരി ചേർത്ത് കൊടുത്താൽ അത്രയ്ക്ക് അങ്ങ് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് കളറുള്ള പോലെ തോന്നും കേട്ടോ. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം തണുപ്പ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, അടിപൊളി ഈസി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികളെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ഇതുപോലത്തെ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് നല്ല പോലെ ഫില്ലായിട്ട് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പഴത്തിൻ്റെ അളവ് കൂടുതലും പാല് കുറച്ചിട്ട് എടുത്തിട്ട് ഉണ്ടാക്കി നോക്കരുത്. ഇത് പഴം കൂട്ടിയെടുക്കുകയാണെങ്കിൽ പാലും കൂടുതൽ എടുക്കുക. അപ്പോഴേ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഗാർണിഷിന് വേണ്ടിയിട്ട് ഇതിന് മുകളിൽ കുറച്ച് കസ്കസ് കുതിർത്തതും അതുപോലെ തന്നെ ബദാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തെടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ചെറുപഴവും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കിട്ടിലും ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസ് ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കുക. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസും കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുതിർന്നിട്ട് വന്നോളും. ഇനി ഒരു കസ്കസിന് പകരം നിങ്ങൾക്ക് സബ്ജ സീഡ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല, ഇതവിടെ ഇരിക്കട്ടെ.
ഇനി ഇതിലേക്ക് ഇതാ മീഡിയം വലുപ്പത്തിലുള്ള 4 ഞാലിപ്പൂവമ്പഴം എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 5 വരെ എടുക്കുക. ഇനി ഇതിലേക്ക് ഞാലിപ്പൂവമ്പഴം തന്നെ എടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് ചെറുപ്പഴം വെച്ചിട്ടും ചെയ്യുക. പിന്നെ ഈ അളവ് വെച്ചിട്ട് ഒരു 6 മുതൽ 8 ഗ്ലാസ് വരെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുക. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറക്റ്റായിട്ടാണ് ഉള്ളത്. കൂടെ തന്നെ 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം തിളപ്പിച്ചെടുത്തതിന് ശേഷം തണുപ്പിച്ചെടുത്തുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടാക്കിയിട്ടുള്ള പാലും എടുക്കാം. ഇത് നല്ല പോലെ ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ട് കിട്ടണം. ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറക്റ്റായിട്ട് 2 കപ്പ് പാലാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒന്നിച്ച് ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് അരിഞ്ഞിട്ട് കിട്ടൂല. അതുകൊണ്ട് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി അടിച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത്രയും തിക്നെസ്സോട് കൂടിയിട്ട് വേണം കേട്ടോ കിട്ടാനായിട്ട്. ഇത്രയും തിക്നെസ് വേണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചെടുക്കാൻ എടുത്തിട്ടുള്ള പഴം ഉണ്ടല്ലോ, ഞാലിപ്പൂവമ്പഴം, അതിന് ഞാൻ 2 ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട് കേട്ടോ. ഈ ഒരു കപ്പിന് 1/2 കപ്പോളം ഉണ്ടാകും. ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും ഈ ഒരു കപ്പിന് ഒരു 1/2 കപ്പോളം ഉണ്ടാകും. അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ ഒരു ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് തന്നെ എടുക്കുക. ഇനി ചെറുതാണെങ്കിൽ 2 വരെ എടുക്കുക കേട്ടോ. നന്നായിട്ട് പഴുത്തുള്ള നല്ല മധുരമുള്ള തന്നെ എടുക്കുക. അപ്പോഴാണ് ഇത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതും കൂടി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതും ഈ ഒരു കപ്പിന് 1/2 കപ്പോളം ഉണ്ട്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് മുന്തിരിയും കൂടെ ചേർക്കുക. ഞാനൊരു പച്ച മുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. കുരുല്ലാത്ത മുന്തിരി എടുക്കുക. അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ആപ്പിൾ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ആപ്പിൾ എടുക്കുമ്പോൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കണ്ട. ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് മാത്രം കട്ട് ചെയ്താൽ മതിയാകും. ഇല്ലെങ്കിൽ ഇതിൻ്റെ കളർ അങ്ങ് മാറിയിട്ട് വരും. അതും കൂടി ഒരു 1/2 കപ്പോളം ഉണ്ട്. അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും കൂടി ചേർക്കുന്നുണ്ട്. കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. വേണം നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട്. പീനട്ട് ഉണ്ടല്ലോ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നന്നാരി സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വീട്ടിലുണ്ടാക്കിയതോ അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അത് ഒരു 1/2 കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാമിൻ്റെ ഈ ഒരു ടിന്നിൻ്റെ 1/2 കപ്പാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ ഒരു ടിന്നിൻ്റെ പകുതിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉണ്ടാകുക. കൂടി പോകുമൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്കസ് ഉണ്ടല്ലോ, അതും കൂടെ ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇത്രയും മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ല റിച്ച് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടായിട്ടും ഡ്രിങ്കായിട്ടും ഒക്കെ ഇതിനെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ എടുക്കണം. അടിപൊളി ടേസ്റ്റാണിത്. ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അത്രയും കിഡിലൻ ടേസ്റ്റാണ്. മൂന്നാമത്തെ ഡ്രിങ്ക് വളരെ കുറഞ്ഞ ചിലവിൽ പാർട്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്കസ് ഒന്ന് കുതിർത്തിയെടുക്കുക. അതിനായിട്ട് ഒരു കപ്പിലേക്ക് 2 ടീസ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് കുതിർത്തിയെടുക്കുക. പെട്ടെന്ന് തന്നെ കുതിർന്നിട്ട് വന്നോളും. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വനില ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം.
ഇതിവിടെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായ ഒരു രീതിയിൽ ഇനി തങ്ങ് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അഥവാ 500 ml പാല്, 1 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാലിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇതുപോലത്തെ 200 ഗ്രാമിൻ്റെ കണ്ടൻസ് മിൽക്ക് ഉണ്ടല്ലോ, ആ ഒരു ടിന്നിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 3/4 ടിന്ന് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു പകുതിയോളം ചേർത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായിട്ടും കൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മിൽക്ക് മെയ്ഡൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് പഞ്ചസാരയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷെ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാകുക മിൽക്ക് മെയ്ഡ് എടുക്കുമ്പോൾ തന്നെയാണ്. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചെടുക്കാം. തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു കസ്റ്റേർഡ് മിക്സ് കൈ വെക്കാതെ ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാം. കസ്റ്റേർഡൊക്കെ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഉണ്ടാക്കുക. ഇനി ഒരു മിനിറ്റെങ്കിലും നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാലേ ഈ ഒരു കസ്റ്റേർഡ് മിക്സിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ നല്ല പോലെ മാറി കിട്ടുള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് 1 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് ഉണ്ടാകുക. ഇനി തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നോളും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി കസ്റ്റേർഡ് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയ 3 ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് അടുപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല പോലെ വെന്ത് കിട്ടും. അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ആക്കിയെടുത്തിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വേവിച്ചെടുത്തുള്ള ക്യാരറ്റ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക. പകരമായിട്ട് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഇതിലേക്ക് അരിഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്ത മിക്സ് മൊത്തത്തിലൊരു ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിന് ഉണ്ടാകുക. ഒരു പാകത്തെ തിക്നെസ്സാണ് ഉള്ളത്. ഓവർ കട്ടിയല്ല, ഓവർ ലൂസും അല്ല. ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള ഒരു കസ്കസ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉറുമാമ്പഴം മൊത്തത്തിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. കുറച്ച് നട്ട്സും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതിയാകും കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇല്ലെങ്കിലും അങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും. എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കസ്റ്റേർഡിൻ്റെ മിക്സ് ചേർക്കുമ്പോൾ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം ചെയ്തിട്ട് വെക്കുകയും ചെയ്യാം. ഈ അളവ് വെച്ചിട്ട് ഏകദേശം ഇതുപോലത്തെ വലിയ ഗ്ലാസ്സിന് 4 ഗ്ലാസ് വരെ ഉണ്ടാക്കിയെടുക്കുക. ഇനി ചെറിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷനൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കസ്കസും അതുപോലെ കുറച്ച് ഉറുമാമ്പയും ബദാം കട്ട് ചെയ്തും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ 4ാമത്തെ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഗോതമ്പ് പൊടിയും കുറച്ച് പാലൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഡ്രിങ്കാണിത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 3.5 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി വീട്ടിൽ പൊടിച്ചിട്ടുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ നല്ലത്. നല്ല പോലെ ഉമയുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർക്കേണ്ട, ആദ്യം കുറച്ച് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് മിക്സായി വന്നതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുത്താൽ മതിയാകും.
ഇതിവിടെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ ഇതാ ഈ ഒരു തിക്നെസ്സിൽ വേണ്ടത് കിട്ടാനായിട്ട്. ഒത്തിരി കട്ടിയിലും വേണ്ട, ഒരുപാട് ലൂസായിട്ടും വേണ്ട. ഇതാ ഇതുപോലെ വേണം കിട്ടാൻ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതാ ഒരു 3 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 200 ഗ്രാമിൻ്റെ അടുത്തായിട്ട് ഉണ്ടാകും. 1/4 കിലോന് മൊത്തത്തിൽ എടുക്കണ്ട. ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചീകിയിട്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാൽ പെട്ടെന്ന് അങ്ങ് മെൽറ്റായിട്ട് വരും. ശർക്കരയൊക്കെ ഇതാ നല്ല പോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതായി ഒരു രീതിയിൽ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നാൽ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ സാധാരണ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാകും. ഇതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പ് പൊടിയും വെള്ളം കൂടെ ഉണ്ടല്ലോ, അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ താഴെ ഇങ്ങനെ ഊറിക്കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെക്കാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും, പിന്നെ കട്ട കുത്തും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിന് റോ ടേസ്റ്റ് ഒക്കെ മാറുന്ന വരെ ഒന്ന് കുറുക്കിയിട്ടെടുക്കാം. ഒരുപാട് സമയം എടുക്കൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇതുപോലെ ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതിയാകും. മധുരം നോക്കിയിട്ട് മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു തിക്നെസ് വേണം കേട്ടോ കിട്ടാനായിട്ട്. ഒത്തിരി തിക്കാക്കി എടുക്കുകയും വേണ്ട, എന്നാൽ അധികം അങ്ങ് ലൂസായിട്ട് എടുക്കുകയും വേണ്ട. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയാണ് ചേർക്കുന്നത്. ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമാണ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങൻ്റെ പാലൊന്ന് പിഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു ഡ്രിങ്ക് തേങ്ങാപ്പാൽ ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. ഈ തേങ്ങാപ്പാൽ ഇല്ലാതെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം 1 കപ്പ് വെള്ളം എടുത്ത് കൊടുത്ത് 2 കപ്പ് വെള്ളം വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ നെയ്യിലൊന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയാകും. നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കുടിക്കാനായിട്ട്. ഇതാ ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ ഇതുള്ളത്. പിന്നെ ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ നല്ല പോലെ തിക്കായിട്ട് വരും. പിന്നെ ഒത്തിരി തിക്കിൽ കുടിക്കണേക്കാളും നല്ലത് ഇത് കുറച്ച് ലൂസിൽ കുടിക്കണതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഏകദേശം ഒരു പായസമൊക്കെ കുടിക്കണ ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിനുണ്ടാകുക. കുട്ടികളൊക്കെ പായസം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്